ആചാര്യ സാർ, ഈ എക്സ്പെരിമെന്റ് വിജയിച്ചാൽ നിങ്ങൾ വളരെ പ്രശസ്തനാവും. കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടേയിരിക്കും നമുക്ക്. ഇതെങ്ങാനും ഗവൺമെന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അനധികൃതമായ പ്രവൃത്തി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അകത്തു പോകും. കാരണം ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം. ആചാര്യ ചതുർവേദിയെ പറ്റിക്കാൻ ഇതുവരെ ആരും വളർന്നിട്ടില്ല. ഒരു ദിവസം ചിമ്പൻസിയെ കൊണ്ട് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കും ഞാൻ. നമ്മൾ എന്ത് കാണിച്ചാലും ഇവർക്ക് മനസ്സിലാവും, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. എന്റെ എക്സ്പെരിമെന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോലെ സംസാരിക്കാലോ. സർക്കാർ പിന്നെ ഞാൻ വരയ്ക്കുന്ന വരയ്ക്ക് വന്ന് നിൽക്കും. പിന്നെ ഈ ലോകം മുഴുവനും ചതുർവേദി എന്ന പേരേ എല്ലാരും പറയൂ. ഈ ചതുർവേദിക്ക് പകരക്കാരനായിട്ട് ഈ ലോകത്തിൽ ഒരുത്തരും വളരാൻ സാധ്യതയില്ല. നല്ല രസമായിട്ടുണ്ട്. പേടിക്കേണ്ട, ഞങ്ങളൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഹിന, നിനക്ക് വിശപ്പില്ലേ? ഈ പഴം കഴിച്ചോ? ജീവ, ഞാൻ തിന്നാനുള്ള പഴങ്ങളൊക്കെ നീ കൊടുക്കുകയാണോ? ഞാൻ എന്താ ചെയ്യാ? ചിലപ്പോ അതിന്റെ വയറ് നിറഞ്ഞ ശേഷം അത് നമ്മളെല്ലാരും കടിച്ചാലോ? എന്താ യൂടി ഇത്? അതിന് നല്ല വിശപ്പുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വരൂ കുട്ടി, അടുത്തേക്ക് വരൂ. പേടിക്കണ്ട. എന്താ ഈ കാണിക്കണത്? ഒരു ചിമ്പൻസി കുട്ടിയെ വിളിക്കാൻ പോലും അറിയില്ല. ഇങ്ങനെ ധൈര്യത്തിന് വിളിക്കണം. അതായത് ഒരു പേടിപ്പിക്കണ പോലെ. ദാ നോക്കിക്കേ, ഞാനിപ്പോ ശരിയാക്കി തരാം. ഐ കം ഓൺ, യു കം ഹിയർ. കണ്ടില്ലേ, ഇപ്പൊ അത് വന്നത് കണ്ടോ? അത് എന്റെ അടുത്ത് വന്നില്ലെങ്കിലും നിന്റെ അടുത്തെങ്കിലും വന്നുവല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞത് അനുസരിച്ചല്ലോ. എന്തായാലും അടി ഇത്തിരി പേടിക്കുന്ന പോലെയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇതിന്റെ ഫാമിലിന്ന് വേർപെട്ടുന്ന. അതുകൊണ്ട് ഇത് വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ആദ്യം ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ആഹാ ശിവ, ഇത്രയും ഭംഗിയുള്ള ചിമ്പൻസി കുട്ടി എവിടെന്നാ മോനെ കിട്ടിയത്? ഇത് ഇതിന്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു മുത്തശ്ശി. അതുകൊണ്ട് ഞാൻ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇത് വളരെ നന്നായിരിക്കുന്നല്ലോ. ഞാൻ ഇതിന്റെ സ്വാഗതം ഒരു സ്വാഗത ഗാനത്തോടുകൂടി ആരംഭിക്കാം. അതിന് പാട്ട് ഇഷ്ടായില്ല. ചെകുത്താനെ, എന്റെ ഹാർമോണിയം തിരിച്ചതായോ? വേഗം എനിക്ക് തിരിച്ചതാ. വേഗം വേഗം ഇവിടെ വേണം ചെകുത്താനെ. എന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. നോക്കിക്കോ, ഇതാ ഞാൻ കാണിച്ചത്. ഭീം സിംഗ്, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത്. ഈ കുരുത്തം കെട്ടവൻ കുറച്ച് സമയം കൊണ്ട് എന്റെ സമാധാനം കെടുത്തി കളഞ്ഞല്ലോ. ഭയങ്കരൻ. നാളെ തന്നെ ഇവനെ കാട്ടിലേക്ക് പറഞ്ഞു വിടണം. എന്തായാലും ഇതിന് പാടാൻ കഴിയാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഹോർമോണിയം എടുത്തിട്ട് ഇത് പാടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ ഗതി എന്താവായിരുന്നു?
ചിമ്പു എപ്പോ നോക്കിയാലും അവിടെ നോക്കി എന്താണാവോ പറയുന്നത്? അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ചിലപ്പോ ഇവന്റെ കുടുംബം അവിടെയാണെങ്കിലോ? നമുക്ക് ചെന്നൊന്ന് നോക്കിയാലോ? എന്നാ ശരി, നമുക്ക് പോയി നോക്കാം. ചിമ്പു, ലെറ്റ്സ് ഗോ. എന്താന്നുള്ളത് ഞങ്ങൾക്ക് കാണിക്കും. കൊള്ളാലോ, കാടിന്റെ അകത്ത് ഒരു വീട്. അകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, അത് കണ്ടുപിടിക്കാം. ഓ, ലഡു സിംഗ് സാറിനെ വിളിച്ചേ പറ്റൂ. എന്ത്? എന്റെ പരിധിയിൽ ചിമ്പാൻസി അടിച്ചോണ്ട് പോയിന്നോ? ഇല്ലല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ശിവ, ഞാൻ ഇപ്പൊ തന്നെ വരാം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ ഒരു ശബ്ദം? വാ, നമുക്ക് അകത്ത് ചെന്ന് നോക്കാം. അവിടെ ഒരു കുട്ടി നിപ്പുണ്ട്. വരൂ, നമുക്ക് ചെന്ന് പിടിക്കാം. ഒരു ഫ്രണ്ട്, നമുക്ക് ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ നമ്മളും കുട്ടീന്റെ അകത്താവും. എന്ത് പറ്റി ശിവ? അവരെന്നെ കണ്ടു കഴിഞ്ഞു. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ ഒളിച്ചിരിക്കൂ. ഞാൻ അവരെ വേറെ വഴിക്ക് കൊണ്ടുപോയിട്ട് വരാം. എന്തായാലും എന്നെ പിന്തുടരുന്നത് വേസ്റ്റ് ആണ്. ശിവ കാട്ടിലേക്ക് പോയി. അവന്റെ പുറകെ കുറെ ഗുണ്ടകളുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയി എല്ലാരും അറസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ഞാൻ ഇപ്പൊ വരാം.
ഞാനിപ്പോ 3 പ്രാവശ്യം എണ്ണും. അതിന്റെ ഉള്ളിൽ ഗേറ്റ് തുറക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ഗേറ്റ് തല്ലി തകർക്കും. 1 സാറിപ്പോ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. സാറിന്റെ പേര് വെറുതെ അല്ലല്ലോ ഫേമസ് ആയത്. ആ ഗേറ്റ് തല്ലി തകർത്തോളൂന്നേ. ഈ ചതുർവേദിയെ പറ്റിക്കാൻ ഒരുത്തരം വളർന്നിട്ടില്ല. ചിമ്പൻസി മനുഷ്യരെ പോലെ സംസാരിക്കാൻ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ടൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവുക. മനുഷ്യൻ ചിമ്പൻസിയെ പോലെ സംസാരിക്കാനും പെരുമാറാനും. ഇല്ല, ഇപ്പൊ പറഞ്ഞതുപോലെ നിനക്ക് ചെയ്യാൻ കഴിയില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. മനസ്സിലായ? പെടാറാം, ഇവനോട് പറയേ എന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. മാത്രമല്ല ഇതും പറഞ്ഞ് മനസ്സിലാക്ക്, ഞാനൊരു ഭയങ്കര പോലീസ് ഓഫീസർ ആണെന്ന്. ഐ, സാറേ, എനിക്കിപ്പോ ഇയാളെ കണ്ടിട്ട് ഭയങ്കര പേടിയാവുന്നു. ഇൻസ്പെക്ടർ, നാളെ നമുക്ക് പുതിയ എക്സ്പെരിമെന്റ് തുടങ്ങാം കേട്ടോ. ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങ്, നല്ലോണം വിശ്രമിക്ക. സുഖമായിട്ട് കിടന്നുറങ്ങാനോ വിശ്രമിക്കാനോ? എടാ, തമാശ പറയുന്നതിന് ഒരു അളവില്ലേ? നീ ഇപ്പനെ ചിമ്പാൻസിയായി മാറ്റാൻ പോന്നു, പിന്നെ എങ്ങനെ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും? ശിവാ, നീ ഇത് എവിടെയാണ് കുടുക്കിയിരിക്കുന്നതെന്ന് അറിയോ? നീ ഇപ്പൊ എവിടെയാണ്? എടോ, ഇതാ ചെറുക്കനാ, പിടിക്കവനെ. നോക്കൂ, ഇനി ഇവിടെ ശരിയല്ല, സ്ഥലം മാറിയേ പറ്റൂ. അങ്കിൾ, നിങ്ങൾക്ക് ചിമ്പാൻസി എന്നാ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞു. വേണമെങ്കിൽ എന്റെ ചിമ്പുനെ നിങ്ങൾ വെച്ചോളൂ. ആ, തീർച്ചയായിട്ടും. ദാ അവിടെ കൊണ്ട് വെച്ചോളൂ. താങ്ക് യു അങ്കിൾ. എന്ത് നല്ലൊരു കുട്ടിയാ അത്. വെൽ ബിഹേവ്ഡ്, വെൽ മാനേർഡ്. കണ്ടില്ലേ, അവൻ താങ്ക് യു പറഞ്ഞത് കേട്ടോ? എന്റെ സാറേ, സാറിന് അറിയാമേലഞ്ഞിട്ടാ ഈ ചെറുക്കൻ നേരത്തെ ഇവിടെ എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ വന്നതാ. എന്നിട്ട് നമ്മളെ ആൾക്കാരാ അവനെ ഓടിച്ചത്. ആഹാ, ആ ചെറുക്കൻ ഈ ചതുർവേദിയെ പറ്റിച്ച് കളഞ്ഞല്ലോ. പിടിക്കവനെ, പിടിക്കേ. ശിവ, ശിവ വന്നല്ലോ, ശിവ വന്നല്ലോ. ഞങ്ങളെ ഇപ്പൊ തന്നെ രക്ഷപ്പെടും. ശിവ, വേഗം വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേ. വന്നേ ശിവ. ശിവ, എല്ലാരും വന്നേ. വന്നേ.
ഒരു ഉണക്ക പോലത്തെ കുട്ടി വന്ന് എന്റെ എല്ലാ പ്ലാനും വെള്ളത്തിലാക്കി. ഞാൻ വിടില്ല. വർഷങ്ങളായിട്ടുള്ള എന്റെ എക്സ്പെരിമെന്റുകളൊക്കെ പോയല്ലോ. കുട്ടി കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എടാ, ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിച്ച് അതൊക്കെ ഇരുന്ന് മൂക്ക് മുട്ട തിന്ന് കൊഴുത്ത് നിൽക്കാതെ പോയി അടിക്ക. ചെന്ന് അവന്റെ നട്ടലൊടിക്ക. ശിവ, അവന്മാരെ തല്ലുമ്പോ നീ എന്തിനാ എന്റെ കാല് ചവിട്ടണേ? സോറി ലഡു സിംഗ് സർ. എല്ലാം നശിപ്പിച്ചല്ലോ. നീ കുട്ടിയാണോ അതോ വേറെ വല്ലതും ആണോ? എത്ര പാടുപെട്ടാ ഞാൻ ഇവന്മാരെ തീറ്റിപ്പോറ്റിയത്. ചേരിയിൽ നിന്ന് തെരഞ്ഞു പിടിച്ചെടുത്തതാ. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. എന്റെ സ്വപ്നങ്ങളെല്ലാം നീ തകർത്തിരിക്കുന്നു. ശിവ, ഞാൻ എല്ലാത്തിനും പുറത്ത് ശരിയാക്കിയിട്ടുണ്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ഇതൊക്കെ ആരാ പുറത്ത് എല്ലാവരെയും അടിച്ചു വീഴ്ത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇൻസ്പെക്ടർ സാർ, ഐ ആം അണ്ടർ അറസ്റ്റ്. ഡു യുവർ ഡ്യൂട്ടി. ഈ കുട്ടികളെ എനിക്കിനി കാണണ്ട. വരൂ, നമുക്ക് പോകാം. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാകില്ല. ഈ ഒരു കുട്ടി എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഐ, കരയുന്ന നിർത്ത്. മര്യാദയ്ക്ക് കരച്ചിൽ നിർത്ത്. എന്നിട്ട് മുന്നോട്ട് നടക്ക്. സന്തോഷായിട്ടിരിക്കും കൂട്ടുകാരാ. ഇനി നിങ്ങളെ ആരും തന്നെ ശല്യം ചെയ്യില്ല.